السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഈ കൂടിയിരുത്തം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ ഖൈറുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. സഹാബികൾ പറഞ്ഞതായി കാണാം, ആകാശത്ത് ഒരു പറവ വട്ടമിട്ട് പറക്കുന്നുണ്ട് എങ്കിൽ ആ പറവയുടെ കാര്യത്തിൽ വല്ല ഇൽമും വല്ല ഖൈറും ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരാനുണ്ട് എങ്കിൽ അതുവരെ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ വല്ല ഷർറും ഞങ്ങൾക്ക് താക്കീത് നൽകാനുണ്ട് എങ്കിൽ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട് എന്നാണ്. അത്തരത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, സൽക്കർമ്മമാണ് അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് വമിൻ അഫ്ദലിൽ അഅ്മാലിസ് സ്വാലിഹ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് എന്നാണ്. അള്ളാഹുവിനെ നാവുകൊണ്ട് ഹൃദയം കൊണ്ട് സ്മരിക്കുക എന്നുള്ളത് അമൽ സ്വാലിഹാത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് എന്നാണ്. നമുക്കറിയാം, ശാരീരികമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. രാത്രി നിസ്കാരത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ ഫരീദ ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈലാണ്, രാത്രി നിസ്കാരമാണ് ഫരീദത്ത് കഴിഞ്ഞാൽ, നിർബന്ധമായ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ നോക്കൂ, ശാരീരികമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതിലേറ്റവും ശ്രേഷ്ഠത ഉള്ളത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൻ്റെ ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞത് വഅഖിമിസ് സ്വലാത ലിദിക്രി എന്നാണ്. നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക, കൃത്യമായി നിസ്കാരം നിങ്ങൾ പാഴാക്കാതെ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ നോക്കൂ, ഇത്രയും വലിയ പ്രാധാന്യമുള്ള നിസ്കാരം എന്ന ഇബാദത്ത് അതിൻ്റെ ലക്ഷ്യമായി വരെ അള്ളാഹു പറഞ്ഞ ദിക്റാണ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഇപ്പം സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന ഇബാദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വളരെ ലളിതമായൊരു ഇബാദത്താണത്. മറ്റു ഇബാദത്തുകളെപ്പോലെ ഒരു പ്രയാസവുമില്ല. കായികമായ അധ്വാനമോ സാമ്പത്തികമായ ചെലവോ ഒന്നും ആവശ്യമില്ല. ലളിതമായ ഇബാദത്താണ്, നാവുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഇബാദത്ത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാവ് നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ മിന്നത്താണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞൊരു അനുഗ്രഹമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. മനുഷ്യർക്ക് നാം 2 കണ്ണുകൾ നൽകിയില്ലേ, അവർക്കൊരു നാവും 2 ചുണ്ടുകളും സംസാരിക്കാൻ വേണ്ടി നൽകി. അള്ളാഹു എടുത്തു പറഞ്ഞൊരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്. അപ്പം ആ നാവ് കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ സാധിക്കുന്ന വളരെ എളുപ്പമുള്ള ഇബാദത്താണ് ദിക്റുല്ലാഹ്. മാത്രവുമല്ല, വളരെ എളുപ്പമുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ എളുപ്പമുള്ള ഇബാദത്തിന് അതിൻ്റെ ശ്രേഷ്ഠത ഒരിക്കലും കുറവ് വരുന്നില്ല. എളുപ്പമുള്ള ഇബാദത്താണ് എന്നതിനൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് കൂടിയാണ് ദിക്റുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കൂട്ടുവാൻ ശറഅാക്കിയ ഇബാദത്ത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കണം, അല്ലയോ മുഅ്മിനീങ്ങളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക. മുഅ്മിനീങ്ങൾ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എപ്പോഴെങ്കിലും ഓർക്കുക. പ്രയാസം വരുമ്പോൾ മാത്രം റബ്ബിനെ ഓർക്കുക. പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ മാത്രം അദ്കാറുകൾ ശ്രദ്ധിക്കല്ല. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും, രോഗം ഉണ്ടായാലും ആരോഗ്യമുള്ളപ്പോഴും, എപ്പോഴും നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരിൽ ഉൾപ്പെടുക എന്നാണ്. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ദിക്റിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ബുക്റതൻ വഅസീല, രാവിലെ ഏറ്റവും, പകലിൻ്റെ ഏറ്റവും ആദ്യത്തെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരവും അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറയണ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെയും, വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെയും ഖിയാമത്ത് നാളിനെയും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞവരിൽ ഉൾപ്പെടുത്തിയ ഒരു വിശേഷണമാണെന്ത്? ധാരാളമായി ഓർക്കുന്ന ആളുകൾ. അപ്പോൾ ധാരാളമായി ഓർക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടാകാനുള്ള ഒരു കാര്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. ഏറ്റവും അവസാനം അള്ളാഹു പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. മുഅ്മിനീങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നതിനൊടുവിൽ അള്ളാഹു പറഞ്ഞു, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വ അജ്റൻ അദീമ, വമ്പിച്ച പ്രതിഫലം അവർക്കുണ്ടായിരിക്കും. വമ്പിച്ച പ്രതിഫലം എന്നാൽ അത് സ്വർഗമാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇബാദത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ പാപമോചനം ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇബാദത്ത്. സ്വർഗം ലഭിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിനെ ധാരാളം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയാണ്
അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ അള്ളാഹുവും സ്മരിക്കും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ആളുകളെ അള്ളാഹു ഓർക്കും എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു ഫദ്കുറൂനി അദ്കുർക്കും, എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ സ്മരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കുക. അദ്കുർക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഓർക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലൗ ലം യകുൻ ഫി الذിക്രി ഇല്ലാ ഹാദിഹി വഹ്ദഹാ ലകഫാ ബിഹാ ശറഫൻ വഫദ്ലാ. ദിക്റിനെ, അള്ളാഹുവിനെ ഓർക്കുക എന്ന ഇബാദത്തിന് ഫദ്ലായി, അതിന് ശ്രേഷ്ഠതയായി ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും അത് തന്നെ മതി എന്നാണ്. ദിക്റിന് വേറൊരു ശ്രേഷ്ഠതയും ശറഇൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു അവനെ ഓർക്കുന്നവരെ അള്ളാഹു ഓർക്കും. ഈ ഒരു ശ്രേഷ്ഠത മാത്രമാണ് ദിക്റിനുള്ളത് എങ്കിലും അത് തന്നെ മതിയെന്നാണ്. അള്ളാഹു നമ്മളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ മലക്കുകൾക്കിടയിൽ നമ്മളെ സ്മരിക്കുക, നമ്മളെ പുകഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദിക്റിൻ്റെ ഏറ്റവും വലിയ ഫദ്ലാണിത്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഐ അക്ബറു വ അഫ്ദലു മിൻ കുല്ലി ഷൈ, മറ്റെല്ലാ കാര്യത്തിനേക്കാളും ശ്രേഷ്ഠമായതും മറ്റെല്ലാ കാര്യത്തിനേക്കാളും പ്രാധാന്യമുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മളെ ഈമാൻ ശക്തമാക്കുവാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹുമായി ഉള്ള ബന്ധത്തിൽ നമുക്ക് ദൗർബല്യമുണ്ട് എങ്കിൽ, ആ ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, ദിക്റുല്ലാ എന്ന ഇബാദത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ വീഴ്ച കൊണ്ടല്ലാതെ അത് സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും ദൗർബല്യമുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ആ ദൗർബല്യം സംഭവിക്കുന്നത് ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള അശ്രദ്ധ കാരണത്താലാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഈ ഇബാദത്തിനുള്ള ശ്രേഷ്ഠതകൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിൻ്റെ, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകൾ, അതിൻ്റെ ഉപകാരങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ഖൈറായ പ്രവർത്തനം ഞാൻ ഏതാണ് എന്ന് പറഞ്ഞു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങളുടെ മലീക്കായ, നിങ്ങളുടെ രക്ഷാധികാരിയായ, രാജാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? വഅർഫഇഹ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജകൾ, പരലോകത്തെ നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന ഒരു ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖകും, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടി നിങ്ങൾ ആ ശത്രുവുമായി പോരാടുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഖൈറായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിക്റുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, എത്ര ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഖൈറായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, നിങ്ങളുടെ ദറജകൾ ഏറ്റവും ഉയർത്തുന്നത്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദ് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഖൈറായത്, ഇത്രയും ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ, ഖുദുസിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
അള്ളാഹു പറഞ്ഞിരിക്കുന്നു വഅന മഅഹു ഇദാ ദകറനി. ദിക്റിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. വഅന മഅഹു ഇദാ ദകറനി. അള്ളാഹു പറയുകയാണ്, ഒരു അടിമ എന്നെ ഓർത്തു കഴിഞ്ഞാൽ, എന്നെ ദിക്ർ ചെയ്താൽ അവനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഒരുവന്റെ ഒപ്പം അള്ളാഹു ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിരിക്കും. ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതിനു വേണ്ടി, അവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഒരടിമ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന ഒരു നേട്ടമാണത്. ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സി. ഒരു മനുഷ്യൻ എന്നെ അവൻ്റെ സ്വന്തം അവൻ്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഓർക്കുകയാണെങ്കിൽ ദകർതുഹു ഫീ നഫ്സി, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഓർക്കുന്നതാണ്. ഒരാൾ സ്വയം അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹുവും അവനെ ഓർക്കും. വഇൻ ദകറനി ഫീ മലഇൻ ദകർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും. ഇനി അവൻ ഓർത്തത്, അള്ളാഹുവിനെ സ്മരിച്ചത്, അവനെക്കുറിച്ച് പറഞ്ഞത് ഒരു സംഘത്തിലാണ് എങ്കിൽ, കുറച്ചാളുകൾക്കിടയിലാണ് എങ്കിൽ ദകർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, അവൻ ഓർത്ത ആളുകളെക്കാൾ ഖൈറായ ആളുകൾക്കിടയിൽ അവനെ ഞാൻ ഓർക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അഥവാ മലക്കുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇത് ദിക്റിൻ്റെ ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, സബഖൽ മുഫരിദൂൻ. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബത്തെ, മുഫരിദുകൾ മുൻകടന്നു പോയിരിക്കുന്നു. ദുനിയാവിലും പരലോകത്തും അവർ മുൻകടന്നു പോയിരിക്കുന്നു. സ്വഹാബികൾ ചോദിച്ചു, വമൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആരാണ് മുഫരിദുകൾ? മുൻകടന്നുപോയ, ദുനിയാവിലും പരലോകത്തും മുൻകടന്നുപോയ മുഫരിദുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരാണവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ദുനിയാവിലും പരലോകത്തിലും മുൻകടന്നുപോയ ആളുകൾ, അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയ ആളുകളാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ഒരുവന്റെ ഉദാഹരണം, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാത്ത ഒരുവന്റെ ഉദാഹരണം, ഈ രണ്ട് കൂട്ടരുടെയും ഉദാഹരണം എന്താണ്? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളതിൻ്റെയും മയ്യിത്തിൻ്റെയും ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് ജീവനുണ്ട്, അവരെ ജീവനുള്ളതുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. അള്ളാഹുവിനെ ഓർക്കാത്ത ഹൃദയം, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരുവൻ, അവൻ മയ്യിത്താണ്. മയ്യിറ്റിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളത്. അപ്പം നോക്കൂ, നമ്മുടെ ഹൃദയത്തിന് ജീവൻ വെക്കാൻ, നമ്മുടെ ഹൃദയം അത് ജീവനുള്ള അവസ്ഥയിൽ നിലകൊള്ളാൻ, അതിൻ്റെ പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിൽ നിലകൊള്ളാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദിക്റുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ഉദു ഖൗമുൻ ഫീ മജ്ലിസിൻ യദ്കുറൂന അല്ലാഹ ഫീഹി ഇല്ലാ ഹഫത്ഹുമുൽ മലായിക വഗശിയത്ഹുമുർ റഹ്മ വനസലത് അലൈഹിമുസ് സകീന വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ഒരു മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് ഇൽമു പഠിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന മജ്ലിസുകളെല്ലാം അതിൽ ഉൾപ്പെടും. അതല്ലാതെ ഇന്ന് പല ആളുകളും ഈ ഹദീസുകൾ ദിക്ർ ഹൽഖക്ക്, മജ്ലിസുന്നൂർ പോലെയുള്ള ബിദ്അത്തുകൾക്കൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഈ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് എന്ന നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ നിലക്കാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തരം ബിദ്അത്തുകളെ കുറിച്ചല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ, എണ്ണത്തിലും വണ്ണത്തിലും പ്രത്യേക രൂപത്തിലും ആളുകളെ കൂട്ടി മൈതാനത്തൊരു ദിക്ർ ഹൽക്ക ഉണ്ടാക്കുക, മജ്ലിസുന്നൂർ ഉണ്ടാക്കുക, അതിനുള്ള തെളിവല്ല. മറിച്ച് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുന്ന, അവൻ്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസുകൾ, അത് ദിക്റുള്ളയുടെ മജ്ലിസുകളാണ്.
അങ്ങനെ ആരെങ്കിലും ഒരു മജ്ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തു കഴിഞ്ഞാൽ ഇല്ലാ ഹഫത്ഹുമുൽ മലായിക, അവരെ മലക്കുകൾ പൊതിയും. അപ്പോൾ ദീനീ സദസ്സായിക്കൊള്ളൊന്നുമില്ല, ഒരു കുറച്ച് ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്, റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പരസ്പരം നസീഹത്തുകൾ കൊടുക്കുകയാണ്, അങ്ങനെ ദീനിയായ സംസാരം നടത്തുക. അതൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരുടെ ഒരു സദസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഇല്ലാ ഹഫത്ഹുമുൽ മലായിക, അവരെ മലക്കുകൾ പൊതിയുമെന്നാണ്. ഇത്തരം സദസ്സുകൾ അത് പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സുകളാണ്. ഇത്തരം സദസ്സുകളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. മലക്കുകൾ അവരെ പൊതിയുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് വെറും വാക്ക് പറഞ്ഞതല്ല, ഒരു സംശയവും ആ വാക്കിൽ നമുക്കുണ്ടാകേണ്ടതില്ല. ആ സദസ്സിനെ മലക്കുകൾ പൊതിയുമെന്നാണ്. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവരെ വലയം ചെയ്യും. വനസലത് അലൈഹിമുസ് സകീന, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവരിലേക്ക് വർഷിക്കും. അല്ലെ, നമ്മളിവിടെ ശുദ്ധിയുള്ളൊരു നീയത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന പ്രതിഫലങ്ങൾ, ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എങ്കിൽ ഈ മജ്ലിസ് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും. അത് വേറൊരു കാര്യത്തിൽ നിന്നും, വേറൊരു ഭൗതികമായ കാര്യത്തിൽ നിന്നും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകൾ, ദീൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകൾ, പരലോകത്തെക്കുറിച്ച് പറയപ്പെടുന്ന സദസ്സുകൾ, അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം ഇട്ട് തരുന്നതാണ്. നമ്മുടെ നിയ്യത്ത് ആത്മാർത്ഥാണെങ്കിൽ, നമ്മൾക്ക് ആ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നൽകും. അപ്പോൾ നോക്കൂ, എത്ര ആളുകളാണ് സമാധാനമില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ പല ആളുകളും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിന് സമാധാനമല്ല എന്നാണ്. എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും വേവലാതിയാണ് എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിൽ പോയിരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ ഈ പരിഹാരത്തിനുള്ള ആളുകൾ അവിടെ പരാതി പറയുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യഥാർത്ഥത്തിലുള്ള പരിഹാരം തേടി പോകുന്ന ആളുകൾ അവിടെ എവിടെയില്ല. വ്യാജങ്ങളായ പരിഹാരങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിഹാരങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല. വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ ഒരു സദസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കുള്ള ആളുകൾക്കിടയിൽ സ്മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ചോദിക്കണം, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന അബ്വാബൽ ഖൈരി കസീറത്തുൻ, നന്മയുടെ വാതിലുകൾ ഒരുപാടുണ്ട്, ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട നന്മകൾ ഒരുപാടുണ്ട്, വലാ അസ്തതീഉൽ ഖിയാമു ബികുല്ലിഹാ, ആ നന്മകൾ ഒരുപാടുണ്ട്, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ നന്മകളൊക്കെ കൂടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫഅഖ്ബിർനി ബിമാ ശിഅത അതശബ്ബസു ബിഹി വലാ തുക്സിർ അലയ്യ ഫഅൻസ, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ സ്ഥിരമായി പതിവാക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് നിർദ്ദേശിച്ചു തരണം. ധാരാളമായി ഒന്നും എന്നോട് പറയരുത്, കാരണം ഞാൻ മറന്നുപോകും, എനിക്കത് പ്രയാസമായി പോകും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സ്ഥിരമായി ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് നിർദ്ദേശിച്ചു തരണം എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് നിന്റെ നാവിനെ എപ്പോഴും പച്ച പിടിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയാൽ നിന്റെ നാവ് എപ്പോഴും നലവുള്ളതായിക്കൊണ്ടേയിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. അതേ സഹോദരങ്ങളെ, ഈ ദിക്റുല്ലാഹ് എന്ന ഇബാദത്ത്, എന്ന ശ്രേഷ്ഠമായ ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് ഈ പറഞ്ഞതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഓർക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ദുനിയാവിൽ നമ്മൾ ഓർക്കാതെ പോയ സമയങ്ങൾ, അതിൻ്റെ പേരിൽ നാളെ നമ്മൾ ഖേദിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ സഅത്തിൻ തമുറു അല ഇബ്നി ആദം ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമുൽ ഖിയാമ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്ത സമയങ്ങൾ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എങ്കിൽ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ അവൻ ഖേദിക്കാതിരിക്കില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഓർത്തുകൊണ്ടേയിരിക്കുക. എളുപ്പമുള്ള ഇബാദത്താണ്, ഏതു സന്ദർഭത്തിലും എപ്പോഴും നമുക്ക് നിർവഹിക്കാവുന്ന ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്ത സമയങ്ങൾ അതിൻ്റെ പേരിൽ സ്വർഗ്ഗക്കാർ വരെ ഖേദിച്ചു പോകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ലൈസ തഹസ്സുറു അഹ്ലിൽ ജന്ന ഇല്ലാ അലാ സഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ ഫീഹാ. സ്വർഗ്ഗക്കാർ നാളെ പരലോകത്ത് ഖേദിക്കുന്ന ഒരു കാര്യം, അതെന്ത് കാര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഖേദിക്കുക? ദുനിയാവിൽ അള്ളാഹുവിനെ ഓർക്കാതെ ചില സമയങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും സ്വർഗ്ഗക്കാർക്കൊരു ഖേദമുണ്ടാകുക എന്നാണ്. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ കാന അലൈഹിം തിറത്തൻ. ഒരു പറ്റം ആളുകൾ അവരൊരു സദസ്സിലിരുന്നു, പക്ഷെ ആ സദസ്സിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല എങ്കിൽ അതവരുടെ മേൽ ഒരു ഖേദമായി മാറാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഖേദിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നാവെന്ന മഹത്തായ അനുഗ്രഹം അതുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. ഹൃദയ സാന്നിധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഈ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. പരലോകത്തും ദുനിയാവിലും ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചില നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽവാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ ഏകദേശം 80ഓളം ഫായിദകൾ, അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന 80ഓളം നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത്, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി സ്മരിച്ചു കഴിഞ്ഞാൽ ലഭിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും എന്നുള്ളത്. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയങ്ങൾ ശാന്തിയിലാകുന്നത്, സമാധാനത്തിലാകുന്നത് ബിദിക്രില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിലൂടെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത്, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിലൂടെയാണ് എന്നാണ്. ഹൃദയത്തിന് നമുക്ക് ഭാരം തോന്നുന്നുണ്ട് എങ്കിൽ, ഈ ജീവിതം കുടുസായി തോന്നുന്നുണ്ട് എങ്കിൽ, പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടെ ഹൃദയത്തിനെ കീഴടക്കിയിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. രഹസ്യവും പരസ്യവുമായി, ഹൃദയത്തിലും നാവിലൂടെയുമായി അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടുത്തെ മനസ്സിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി ധൃതി കൂട്ടുമായിരുന്നു എന്നാണ്. നിസ്കരിക്കുന്നതിന് വേണ്ടി ധൃതി കൂട്ടി പോകും.
2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമെന്നാണ്. അള്ളാഹുവിനുള്ള സ്മരണയാണത്. ഹൃദയങ്ങൾ സമാധാനത്തിലാകാൻ സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഓർക്കാത്ത ഹൃദയമാണ് എങ്കിൽ ആ ഹൃദയം കടുത്തുപോകും. ആ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവുകയില്ല. ഈ ദുനിയാവ് തന്നെ ഇടുങ്ങിയതായി തോന്നും. ജീവിതം തന്നെ, അതാണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ ഹൃദയത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരാണോ എൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അള്ളാഹുവിനെ ഓർക്കാതെ മാറി നിൽക്കുന്നത്, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കുമെന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കോ അവർക്ക് ജീവിതം അത് വളരെ മനോഹരമായിരിക്കും, വളരെ സമാധാനമുള്ള ജീവിതമായിരിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ജലാഅൽ ഖുലൂബി മിൻ ദിക്റുല്ലാഹ്. എല്ലാ കാര്യത്തിനും തെളിച്ചമുണ്ട്, എന്നാൽ ഹൃദയത്തിൻ്റെ തെളിച്ചമെന്നാൽ, അതിൻ്റെ ശുദ്ധി എന്നാൽ അത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിനെ ജീവിപ്പിക്കാൻ, കടുത്ത ഹൃദയങ്ങൾ അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവരാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദിക്റുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിൻ്റെ ഒരു നേട്ടമാണ് അന്നഹു യത്റുദു ശൈത്താൻ, ശൈത്താനിനെ അകറ്റും എന്നുള്ളത്. ശൈത്താനിനെ അകറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പല തിന്മകൾക്കും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് പിശാചാണ്. പല കാര്യങ്ങളും വസ്വാസ് ഉണ്ടാക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് ആ ശൈത്താനിനെ അകറ്റുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് കോട്ടം വരുത്തുവാൻ ശൈത്താൻ 24 മണിക്കൂറും മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ പിശാചിനെ അകറ്റുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അനിവാര്യമായ കാര്യമാണ്. ആ പിശാചിനെ അകറ്റുക എന്ന കാര്യം സാധ്യമാക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കിടയിൽ പിശാചിനൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം, ഒരുവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു, അവൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഒരുവൻ ഭക്ഷണം കഴിച്ചു, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ശൈത്താൻ പറയും, അവൻ്റെ കൂട്ടാളികളോട് പറയും, ലാ മബീത ലക്കും വലാ അശാ, അല്ലയോ ആളുകളെ, നിങ്ങൾക്കിവിടെ ഇന്ന് താമസവുമില്ല, നിങ്ങൾക്കിവിടെ ഭക്ഷണവുമില്ല, പോയിക്കൊള്ളുക എന്ന് പറയും. ഇനി ഒരുവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ, അള്ളാഹുവിനെ സ്മരിക്കാതെ ആണവൻ പ്രവേശിച്ചത് എങ്കിൽ, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാതെയാണ് ഭക്ഷണം കഴിച്ചത് എങ്കിൽ ശൈത്താൻ പറയും, വരിക, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവും അതുപോലെ തന്നെ താമസവുമുണ്ട് എന്ന് ശൈത്താൻ പറയുമെന്നാണ്. അപ്പം നോക്കൂ, അള്ളാഹുവിനെ ഓർക്കാതിരുന്നാലുള്ള അപകടം നോക്കൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി മറക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഭാര്യയുമായി ഉള്ള ബന്ധത്തിൽ ബിസ്മി മറക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതെല്ലാം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് മറക്കുക എന്നുള്ളത് നമുക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പിശാച് നമ്മളെ എത്രത്തോളം കീഴടക്കിയിരിക്കുന്നു എന്നതിനുള്ള അടയാളമാണത്. കേവലം ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി എല്ലാം പറ്റുന്നില്ല, സ്ഥിരമായി അത് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ പിശാച് നമ്മളെ എത്രത്തോളം കൈയടക്കി എന്നതിൻ്റെ അടയാളമാണത്. അതുകൊണ്ട് പിശാചിനെ അകറ്റാൻ വേണ്ടി ഇപ്പം നമ്മളും ചിന്തിച്ചു നോക്കുക, എത്ര ആളുകൾ വീട്ടിൽ പിശാചിന് താമസവും ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഗൗരവകരമായ കാര്യമാണ് സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പിശാചിനെ അകറ്റുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കുന്നത് പതിവാക്കിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിലുള്ള അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നേട്ടം അന്നഹു യുർദി അർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന,
അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇബാദത്താണ് ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബ്, ഹൃദയത്തിലെ സങ്കടങ്ങളും വേവലാതികളും വിഷമങ്ങളെല്ലാം ദിക്റുല്ലാഹ് കൊണ്ട് നീക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്നഹു യജ്ലിബു ലിൽ ഖൽബി അൽ ഫറഹ്, ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർത്തു കഴിഞ്ഞാൽ ഹൃദയത്തിന് സന്തോഷമുണ്ടാകും. അന്നഹു യൂരിസുൽ മഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം കരസ്ഥമാക്കുവാൻ സാധിക്കും. അന്നഹു യൂരിസുൽ മുറാഖബ വൽ ഇനാബ വൽ ഖുർബ മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ സാധിക്കും. അല്ലാഹുവിലേക്ക് താഴ്മയോടുകൂടി അവന് ചെല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ അവനെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം, മുറാഖബത്ത് എന്ന ബോധം അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. ഇതൊക്കെ ദിക്റുല്ലാഹിയുടെ ഫായിദയാണ്. അതുപോലെ തന്നെ അന്നഹു യഹുത്തുൽ ഖതായ വയുദ്ഹിബുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും, തിന്മകളെ മായ്ച്ചു കളയുവാൻ സാധിക്കും. അതുപോലെ തന്നെ വയുദ്ഹിബുഹ, ആ തിന്മകളെ പോക്കിക്കളയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു നേട്ടമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അന്നഹു യുൻജി മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അമില ആദമിയുൻ അൻജാ ലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു അമലും ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്നാൽ അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമിറങ്ങും, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടാകും, മലക്കുകൾ പൊതിയും. ഇതൊക്കെ ദിക്റുല്ലാഹിയുടെ നേട്ടമാണ്. അതുപോലെ തന്നെ അന്നഹു സബബു ഇശ്തിഗാലിൽ ലിസാനി അനിൽ ഗീബത്തി വൻ നമീമത്തി വൽ കദിബി വൽ ബാത്തിൽ, ഇത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. നാവ് അതെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാവാണ് എങ്കിൽ അനാവശ്യമായ സംസാരങ്ങൾ, കളവ്, ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് തൻ്റെ നാവിനെ സംരക്ഷിക്കുവാൻ അവന് സാധിക്കുമെന്നുള്ളത് അതാണ് വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ അന്ന ദവാമ ദിക്രില്ലാഹ് യൂജിബുൽ അമാന മിൻ നിസ്യാനിഹി അല്ലദീ ഹുവ സബബു ശഖാഇ ലിൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടാവുകയില്ല. അള്ളാഹുവിനെ മറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അടിമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുനിയാവിലെ ദൗർഭാഗ്യമാണ്. അള്ളാഹുവിനെ ഒരാൾ മറക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണത്. ആ ദൗർഭാഗ്യമില്ലാതെ ഇരിക്കാൻ അള്ളാഹുവിനെ മറക്കാത്ത ഒരവസ്ഥ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരുവനുണ്ടാകും എന്നുള്ളതാണ്. മാത്രവുമല്ല അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സുകൾ അത് സ്വർഗത്തിലെ പൂന്തോട്ടമാണ്. അത് ദുനിയാവിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്വർഗത്തിലെ തോട്ടമാണ്. അത് മലക്കുകളുടെ സദസ്സാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തുറഖ് യൽതമിസൂന അഹ്ല ദിക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്. അവരുടെ ജോലി എന്തെന്നാൽ അവർ വഴികളിലൂടെ അങ്ങനെ സഞ്ചരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെ തെരഞ്ഞുകൊണ്ട് അവരെ പരതിക്കൊണ്ട് മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും വഴികളിലൂടെ. ഫഇദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെ കണ്ടാൽ തനാദൗ ഹലുമ്മു ഇലാ ഹാജാതികും, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെ കണ്ടാൽ അവർ പരസ്പരം, മലക്കുകൾ പരസ്പരം വിളിക്കും, വരൂ, നിങ്ങളുടെ ആവശ്യം ഇതാ ഇവിടെയുണ്ട്, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കാര്യം ഇവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞ് മലക്കുകൾ പരസ്പരം വിളിക്കുമെന്നാണ്. എന്നിട്ട് ഫയഹുഫൂനഹും ബിഅജ്നിഹതിഹിം, അങ്ങനെ അവർ അവരുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയുന്നതാണ് എന്നാണ്. ആ മജ്ലിസിൽ പോയി അവരും പങ്കാളികളാകുന്നതാണ് എന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഉഷ്ഹിദുക്കും അന്നി ഗഫർതു ലഹും, മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനതാ അവർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്ന ആ ആളുകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പോൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ അത് മലക്കുകൾ അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളുടെ സദസ്സുകളാണ്. അങ്ങനെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അവർ പരസ്പരം വിളിച്ച് മലക്കുകളെയെല്ലാം ആ ഒരു സദസ്സിൽ അവർ സന്നിഹിതരാക്കും. എന്നിട്ട് അവർ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ്, മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്തൊരു വലിയ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിനെ ഒരിക്കൽ പോലും ധിക്കരിക്കാത്ത ആളുകളാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടികളാണ്. അവരെ സാക്ഷി നിർത്തി ദുർബലരായ മനുഷ്യന്മാർ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു വലിയ ഫളലാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദിക്ർ, അതുകൊണ്ടുള്ള വലിയ നേട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കാൻ നമ്മളെ സഹായിക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഉള്ള താല്പര്യം നമുക്കുണ്ടാക്കി തരും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാക്കി തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്നഹു യുസഹിലു അസ്സഅബ് വയുയസ്സിറുൽ അസീർ വയുഖഫിഫുൽ മശാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസങ്ങളൊക്കെ എളുപ്പമുള്ളതാകും. പ്രതിസന്ധികളെല്ലാം അവർക്ക് ലഘൂകരിക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്കുള്ളൊരു നേട്ടം, അന്നഹു യുഅ്തി ഖുവ്വതൻ ഫീ ജിസ്മിഹി, അവർക്ക് ശാരീരികമായി നല്ല ഖുവ്വത്ത്, നല്ല ശക്തി ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് മാനസികമായും ശാരീരികമായും ശക്തി ലഭിക്കുമെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു ഖാദിമിനെ, ഒരു വേലക്കാരനെ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു, നിങ്ങൾ കടപ്പറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടുമായി കൽപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ കടപ്പറയിലേക്ക് വന്നാൽ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അതുപോലെ തന്നെ 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതുപോലെ തന്നെ 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇന്നഹു ഖൈറുൽ ലക്കും മിൻ ഖാദിമിൻ, ഇത് നിങ്ങൾക്കൊരു ഖാദിമിനേക്കാൾ ഖൈറായ കാര്യമാണെന്ന്. ഒരു ഖാദിമിനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്താണ്. എന്താണ്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്നുള്ളത് 34 തവണ. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു ഖാദിമിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത് നിഫാഖ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നിഫാഖിൽ നിന്ന് ഒരു കാവൽ നമുക്ക് ലഭിക്കും. കാരണം മുനാഫിഖീങ്ങളെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞത്? മുനാഫിഖീങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞത് ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ കുറച്ചല്ലാതെ എന്ത് ചെയ്യൂല, സ്മരിക്കൂല. കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുള്ളൂ. അപ്പോൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ നിഫാഖിൽ നിന്നുള്ള കാവൽ ലഭിക്കപ്പെടുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ശ്രേഷ്ഠതയും ഒരുപാട് നേട്ടങ്ങളും ഈ ചെറിയ ലളിതമായ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് രസാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇബാദത്ത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രേഷ്ഠതയും ഇത്രയൊക്കെ നേട്ടവും ഇതിൽ നിന്ന് ലഭിക്കുമെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളും ഈ ഇബാദത്തിൽ നിന്ന് അശ്രദ്ധരാണ്. ജനങ്ങൾ ഈ ഇബാദത്തിൽ നിന്ന് അശ്രദ്ധരാകാൻ ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തൊരു കാര്യം ആദമു മഅരിഫതി ഫവായിദി ദിക്ർ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ
ദിക്റിൻ്റെ ശ്രേഷ്ഠത, അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും ദിക്റിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്നത്. അതിൻ്റെ ഫായിദ അറിയില്ല, ദിക്ർ ചെയ്താൽ എന്താണ് ലഭിക്കപ്പെടുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഇബാദത്ത് പാഴാക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അൽ ജഹ്ലു ബിൽ അദ്കാരി ശർഇയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതിനെക്കുറിച്ചുള്ള ജഹ്ലി, അറിയാത്തത് കൊണ്ട് പല ആളുകളും ചെയ്യൂല. സഹോദരങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ അത് ശീലമാക്കുക, അത് പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അദ്കാറുകളാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അദ്കാറുകൾക്ക് വേണ്ടി മാത്രം പണ്ഡിതന്മാർ പുസ്തകങ്ങൾ രചിക്കുന്നു. അതിൻ്റെ നേട്ടങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പുസ്തകങ്ങൾ രചിക്കുന്നു. രാവിലെ ഒരുവൻ തൻ്റെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റാൽ തിരിച്ച് ആ കിടപ്പറയിൽ എത്തുന്നത് വരെയുള്ള വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ചൊല്ലാനുള്ള വിവിധങ്ങളായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറുതെയാണോ പഠിപ്പിച്ചത്? അല്ല, ഇത് ശീലാക്കിയാൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും, ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം അദ്കാറുകൾ നമ്മൾ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം അദ്കാറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു വിലയും കൊടുക്കാതെ, അത് പഠിക്കാതെ, അത് ജീവിതത്തിൽ ശീലമാക്കാതെ അതിൽ നിന്ന് അശ്രദ്ധരാകുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, കിടക്കാൻ പോകുമ്പോഴുള്ള അദ്കാറുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, ഈ അദ്കാറുകൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട അദ്കാറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അദ്കാറുകൾ പഠിപ്പിച്ചിട്ട് അത് നമ്മൾ അതിനെ ഒരു മുഖവിലക്കെടുക്കുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട്, അവിടുത്തോട് നമുക്ക് എന്ത് പ്രതിബദ്ധതയാണ് അവകാശപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്കാറുകൾ പഠിക്കുക, അതിൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആളുകൾ ഈ അദ്കാറുകളിൽ നിന്നും തിരിഞ്ഞു കളയാൻ, അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദമു മഅരിഫത്തിൽ അജ്ർ. ഈ അദ്കാറുകൾ ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ബോധം ഉണ്ടാകൂല. പ്രതിഫലത്തെക്കുറിച്ച് അറിയാതെ ആ അദ്കാറുകളെ പാഴാക്കി കളയുന്ന അവസ്ഥയിലേക്ക് പോകും. പ്രതിഫലങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാ ഇബാദത്തുകളും നമുക്ക് എളുപ്പമാക്കി നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ഇബാദത്ത് ശ്രദ്ധിക്കേണ്ട ഒരു തത്വമാണത്. നമുക്കൊരു ഇബാദത്ത് വളരെ പ്രയാസമാണ് എങ്കിൽ, പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ആ ഇബാദത്ത് എളുപ്പമാകും. ഇല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു, മല്ലം യഅരിഫ് സവാബൽ അഅമാൽ സഖുലത് അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ. ഒരുവൻ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ പ്രവർത്തനം അവന് ഏത് കാലഘട്ടത്തിലും ഭാരമുള്ളതായിരിക്കും. ഇനി ആ പ്രവർത്തനങ്ങളെ പ്രതിഫലം ഒന്ന് മനസ്സിലാക്കുക. അപ്പം നോമ്പെടുക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കുകയാണ്. നോമ്പ് പ്രയാസമായി തോന്നുകയാണെങ്കിൽ അതാലോചിച്ച് നോക്കുക, അപ്പം നോമ്പ് എളുപ്പമാകും. ഖിയാമുൽ ലൈൽ, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, മാത്രമല്ല ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്, അത് ആലോചിച്ച് വെക്കുക. ഖിയാമുൽ ലൈൽ പ്രയാസമാണെങ്കിൽ എളുപ്പമുണ്ടാകും. ഏതൊരു ഇബാദത്താണോ നമുക്ക് പ്രയാസമുള്ളതായി തോന്നുന്നത് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു ഇബാദത്ത് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അതില്ലെങ്കിൽ തീരെ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖീങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഫജ്ർ. ഇല്ല, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം സുബ്ഹി നിസ്കാരമാണ് എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ. ആ സുബ്ഹി നിസ്കാരത്തിൻ്റെ ഫളൽ, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രതിഫലം, അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഇഴഞ്ഞിട്ടാണെങ്കിലും പള്ളിയിലേക്ക് വന്നേനെ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഏറ്റവും ഭാരമായത് എന്നാണ്. അപ്പോൾ അദ്കാർ, അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് പ്രയാസമുള്ള ഏതൊരു ഇബാദത്താകട്ടെ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക.
അത് ചെയ്യുമ്പോൾ ആ പ്രതിഫലം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഇസ്തിഹ്ബാർ ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്കാറുകൾ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാരണമാണ് അദ്കാറുകളുടെ മഅന അറിയാതിരിക്കുക എന്നുള്ളത്. ഇങ്ങനൊരു മിഷ്യൻ ചലിക്കുന്നത് പോലെ ഇങ്ങനെ നാവ് ചലിപ്പിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നറിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടാകും. അങ്ങനെ അത് എന്ത് ചെയ്യും? അതിനെ പാഴാക്കി കളയും. അപ്പം അർത്ഥത്തോടുകൂടി അർത്ഥം മനസ്സിലാക്കി അദ്കാറുകൾ ശീലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അർത്ഥം മനസ്സിലാക്കാതെയാണ് ഒരാൾ അദ്കാറുകൾ ചൊല്ലുന്നത് എങ്കിൽ അത് അവന് മടുപ്പുണ്ടാക്കും, അവൻ അങ്ങനെ അത് പാഴാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ അദ്കാറുകൾ പാഴാക്കാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് അത്തസ്വീഫ്. പിന്നെയാക്കാം, പിന്നെ ചൊല്ലാം. രാവിലത്തെ അദ്കാർ വൈകുന്നേരം ചൊല്ലാം, ളുഹറിൻ്റെ ശേഷം ചൊല്ലാം, രാത്രി ചൊല്ലാം, നാളെ മുതൽ തുടങ്ങി, ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുക. അങ്ങനെ ആ അദ്കാറുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതും അദ്കാറുകൾ ജനങ്ങൾ ഒഴിവാക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മോശമായ കൂട്ടുകെട്ട്, മോശമായ സാഹചര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ പ്രേരിപ്പിക്കാത്ത സാഹചര്യവും കൂട്ടുകെട്ടുമായിരിക്കും. ഈ മോശമായ കൂട്ടുകെട്ടും മോശമായ സാഹചര്യവും ജനങ്ങളെ അദ്കാറുകളിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന് തടയുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കസ്റത്തു ദുനൂബി വൽ മആസി, ധാരാളം തിന്മകൾ അധികരിക്കുകയാണെങ്കിൽ, ഒരുപാട് തിന്മകൾ അധികരിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കും. തിന്മകൾ അധികരിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യുക, ഹൃദയം ശുദ്ധീകരിക്കുക, അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അദമു തർബിയതി അലൽ അദ്കാരി മുൻദു സിഗർ, പല ആളുകൾക്കും അദ്കാർ ചൊല്ലാൻ കഴിയാത്തത് ചെറുപ്പം മുതൽ അത് ശീലിക്കാത്തത് കൊണ്ടാണ്. ചെറുപ്പം മുതൽ ശീലിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടും അത് ചൊല്ലാൻ സാധിക്കാത്ത, അത് പതിവാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്കാറുകൾ ചെറുപ്പത്തിൽ തന്നെ അവർ ശീലിക്കുക, അദ്കാറുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ നേട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അദ്കാറുകൾ അത് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ചെറുപ്പം മുതൽ അത് ശീലിപ്പിക്കുക. അത് ആ ദിക്റുള്ളയിൽ സ്ഥിരമായി വളരാൻ അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അദ്കാറുമായി ബന്ധപ്പെട്ട്, ദിക്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ പറഞ്ഞ അദ്കാറുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ, അദ്കാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ എന്നീ കാര്യങ്ങളൊക്കെയാണ് അദ്കാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ ഈ പറഞ്ഞ അദ്കാറിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ഏതൊരു പ്രവർത്തനം ചെയ്താലും അത് ദിക്റാണ്. ആ ദിക്റിനെല്ലാം ഉള്ള ശ്രേഷ്ഠത നമ്മൾ ഈ പറഞ്ഞ ശ്രേഷ്ഠതയാണ്. ഈ പറഞ്ഞ ശ്രേഷ്ഠത ഈ പറഞ്ഞ അമലുകൾക്കെല്ലാം ലഭിക്കും എന്ന് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ശ്രേഷ്ഠത അത് ഈ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ ദിക്റുള്ളയാണ്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ ശ്രേഷ്ഠത കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഇതൊക്കെ അദ്കാറുകൾ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല അദ്കാറുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻ, അത്താ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് ഇവരെല്ലാം ഈ കാര്യം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, മജ്ലിസുൻ യതഅല്ലമു ഫീഹിൽ അബ്ദു അൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാഹ്, ഒരു അടിമ, ഒരു മനുഷ്യൻ ഹലാൽ ഹറാമുകൾ പഠിക്കുന്ന ദീനീ സദസ്സുകൾ അതൊക്കെ മിൻ ദിക്രില്ലാഹ്, ദിക്റുള്ളയിൽ പെട്ടതാണ് എന്നാണ്. മജാലിസു ദിക്ർ, ദിക്റിൻ്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം, അത് ഹലാൽ ഹറാമുകൾ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളാണ് എന്ന് മഹാനായ താബിഈ അത്താ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. കൈഫ തുസല്ലി വ കൈഫ തസൂം വ കൈഫ തശ്തരി വ കൈഫ തബീഅ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്, എങ്ങനെയാണ് വിൽക്കൽ
അതുപോലെ തന്നെ വാങ്ങൽ കാര്യങ്ങൾ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള ദീനിൻ്റെ മസായിലുകൾ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ, അതാണ് മജാലിസു ദിക്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും പണ്ഡിതന്മാർ താബിഈങ്ങളായ ആളുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ദിക്റുകൾ 2 തരത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ദിക്റുകൾ പ്രധാനമായും 2 ഇനങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ദിക്റുസ്സന, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുവാൻ വേണ്ടി പറയുന്ന ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, ഇതൊക്കെ ദിക്റുസ്സന ആണ്, അല്ലാഹുവിനെ പുകഴ്ത്തുവാൻ വേണ്ടി പറയുന്ന ദിക്റുകൾ. അതുപോലെ തന്നെ ദിക്റു ദുആ, പ്രാർത്ഥന അടങ്ങുന്ന ദുആ ദിക്റുകൾ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഇങ്ങനെയുള്ള ദിക്റുകൾ അത് ദിക്റു അദ്ദുആ ആണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെയധികം ശ്രേഷ്ഠതയുള്ള ചില ദിക്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സമർത്ത് ഇബ്നു ജുംദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകളാണുള്ളത്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകൾ, അതിൽ ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തേത് വൽഹംദുലില്ലാഹ്, മൂന്നാമത്തേത് വലാ ഇലാഹ ഇല്ലല്ലാഹ്, നാലാമത്തേത് വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത്. ഈ 4ൽ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ വാക്കുകൾ നമ്മുടെ ദിക്റിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാകുന്ന ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ദിക്ർ അത് സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഈ നിധി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, 2 വാചകങ്ങൾ നാവിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചരിക്കുവാൻ വളരെ എളുപ്പമാണ്. ഫഖീലതാനി ഫിൽ മീസാൻ, അതുപോലെ തന്നെ മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന വാക്കാണ്. ഹബീബതാനി ലിർറഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയമുള്ള വാക്കുകളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നതിനോടൊപ്പം അവനെ ഞാൻ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഈ ദിക്ർ അത് വളരെ എളുപ്പമുള്ള വാക്കാണ്, മീസാനിൽ ഏറെ കനം തൂങ്ങുന്ന വാക്കാണ്, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ, ആരാണോ ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുന്നത്, ഹുത്തത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവൻ്റെ തിന്മകൾ കടലിലെ നുരയോളമുണ്ട് എങ്കിലും അതെല്ലാം മായ്ക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്താ ചെയ്യേണ്ടത്? ഒരു 5 മിനിറ്റ് ചെലവഴിച്ച് ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ കടലിലെ നുരയോളം നമ്മുടെ തിന്മകളുണ്ട് എങ്കിലും അത് മായ്ക്കപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അയഅജിസു അഹദുകും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, സ്വഹാബികളെ, ഒരു ദിവസം 1000 പ്രതിഫലം, 1000 നന്മകൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്വഹാബികൾ ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് ഒരാൾ ഒരു ദിവസം 1000 നന്മകൾ കരസ്ഥമാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസബ്ബിഹു 100 തസ്ബീഹത്തിൻ, 100 തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലുക. ഒരു ദിവസം 100 തസ്ബീഹ് ചൊല്ലിയാൽ ഫയുക്തബു ലഹു അൽഫു ഹസന, അവന് 1000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. ഔ യുഹത്തു അൻഹു അൽഫു ഖതിഅ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് 1000 തിന്മകൾ മായ്ക്കപ്പെടും. ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്താൽ 1000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, അതല്ലെങ്കിൽ 1000 തിന്മകൾ മായ്ക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്റാണ്.
മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാരെങ്കിലും ചൊല്ലിയാൽ കാനത് ലഹു അദ്ല 10 റിഖാബിൻ, അവന് 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ടായിരിക്കും. വകുതിബത് ലഹു 100 ഹസനത്തിൻ, 100 നന്മകൾ അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടും. വമുഹിയത് അൻഹു 100 സയ്യിഅത്തിൻ, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വകാന ലഹു ഹിർസൻ മിനശ് ശയാത്തീൻ യൗമഹു ദാലിക ഹത്താ യുംസിയ. മാത്രവുമല്ല, അതിനോടൊപ്പം ആ ദിവസം വൈകുന്നേരമാകുന്നത് വരെ ശൈത്താനിൽ നിന്നൊരു സംരക്ഷണവും അവനുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലുക. 100 അടിമകളെ 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. വൈകുന്നേരം ആകുന്നത് ആ ദിവസം അവന് പിശാചിൽ നിന്ന് സംരക്ഷണവും ലഭിക്കപ്പെടും. ദിക്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ദിക്ർ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ എന്നുള്ളത്. ആ ദിക്റിനെ നമ്മൾ അവഗണിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമായ വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും അഫ്ളലായ ദിക്റാണ്. അത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. മഹാനായ സഅദ് ഇബ്നു മൻസൂർ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അന്നഹു ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, തഅല്ലമുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്ന ബികുല്ലി ഹർഫിൻ മിൻഹു 10 ഹസനാത്ത്, കാരണം ഖുർആനിൽ നിന്ന് ഒരുവൻ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ അവന് 10 കൂലി ലഭിക്കുന്നതാണ്. ലാ അഖൂൽ അലിഫ് ലാം മീം വലാകിൻ അലിഫുൻ വലാമുൻ വമീമുൻ. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അപ്പോൾ ഈ 3 അലിഫ് ലാം മീം എന്നൊരുവൻ ചൊല്ലുമ്പോഴേക്കും 30 പ്രതിഫലം ലഭിക്കപ്പെടുകയാണ്. അപ്പോൾ ഖുർആൻ എന്നുള്ളത് ഏറ്റവും അഫ്ളലായ ദിക്റാണ്. അത് നമ്മൾ പാരായണം ചെയ്യുക. റമളാനിൽ എന്നല്ല, എല്ലാ ദിവസവും ഖുർആനുമായി അത് പാരായണം ചെയ്യുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുക. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ഒരു 30 പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം ഒരു പേജ് ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് ലഭിക്കപ്പെടുന്നത്? എത്ര ഹർഫുകളാണ് ഒരു പേജിലുള്ളത്? നമ്മളത് ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിക്റിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് നേട്ടങ്ങൾ പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ച ഒരു ഇബാദത്താണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത് ദിക്റുള്ളയിൽപ്പെട്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ 10. ആരാണോ എൻ്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലുന്നത് അവൻ്റെ മേൽ അള്ളാഹു 10 സ്വലാത്തു ചൊല്ലും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് നേട്ടങ്ങൾ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള എന്നാൽ വളരെ എളുപ്പമുള്ള ഈ ഇബാദത്ത് ശീലമാക്കാൻ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. അവൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചാലേ ഇത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണോ നന്നായി പരിശ്രമിക്കുന്നത്, ലനഹ്ദിയന്നഹും സുബുലനാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗം ഹിദായത്തിലാക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മൾ നല്ല നന്മ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ചാൽ
നമ്മുടെ ആ നന്മകൾ അത് കരസ്ഥമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കുറഞ്ഞ അധ്വാനമുള്ള പ്രവർത്തനമാണ്, പ്രതിഫലമാകട്ടെ വമ്പിച്ച പ്രതിഫലമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നേട്ടങ്ങൾ നിശ്ചയിച്ച ഒരു ഇബാദത്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഈ അദ്കാറുകൾ നമ്മൾ ശീലമാക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അദ്കാറുകളാണ്. പിന്നെ ഈ പറയപ്പെട്ട ശ്രേഷ്ഠതകളുള്ള എപ്പോഴും നിരുപാധികം നമുക്ക് എപ്പോഴും ചെല്ലുവാൻ സാധിക്കുന്ന അദ്കാറുകൾ അതും നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഹാഫദ അലാ അദ്കാരി സ്വബാഹി വൽ മസാ വഅദ്കാരി ബഅദ സ്വലവാത്ത് വഅദ്കാരി നൗം ഉദ്ദ മിന الذാകിരീന അല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതാണ് മൻ ഹാഫദ അലാ അദ്കാരി സ്വബാഹി വൽ മസാ? ആരാണോ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ പതിവാക്കുന്നത്. ഹാഫദ പതിവാക്കുക എന്നർത്ഥം. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ചെല്ലുക എന്നുള്ള പതിവാക്കുക, ജീവിതത്തിൻ്റെ ഒരു പതിവാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാണ്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളൊരു പതിവാണ്. അതുപോലെ ഭക്ഷണവും പാനീയവും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ പതിവാകുന്നത് അതുപോലെ അദ്കാറുകളും പതിവാക്കുക. ഭക്ഷണവും പാനീയവും ശാരീരികമായ ആരോഗ്യം നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന അദ്കാറുകൾ മാനസികമായി ഹൃദയത്തിന് ആരോഗ്യം നൽകും, പരലോകത്തേക്ക് നമുക്ക് മുതൽക്കൂട്ടാകും. അപ്പം അത് പതിവാക്കുക, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ. വഅദ്കാരി ബഅദ സ്വലവാത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ. വഅദ്കാരി നൗം, രാത്രി കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ. ഇതാരെങ്കിലും ശീലമാക്കിയാൽ ഉദ്ദ മിന الذാകിരീന അല്ലാഹ കസീറ, അവൻ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ടു എന്നാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കുള്ള ശ്രേഷ്ഠതയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അവർക്ക് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്, പാപമോചനമുണ്ട്. ഈ പറഞ്ഞ ശ്രേഷ്ഠതകളെല്ലാം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കുള്ളതാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പ്രത്യേക സമയത്തുള്ള പ്രാർത്ഥന ദിക്റുകൾ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ ശ്രേഷ്ഠതകൾ പറഞ്ഞ നിരുപാധികം നമുക്ക് ചൊല്ലുവാൻ സാധിക്കുന്ന അദ്കാറുകളും നമ്മൾ ശീലമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്വാലി, അവിടുന്ന് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ടേയിരിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾക്ക് ദിക്ർ ചൊല്ലണമെങ്കിൽ അവന് ത്വഹാറത്ത് അത് നിബന്ധനയല്ല, ശുദ്ധി വേണം എന്ന് നിബന്ധനയില്ല. ഹൈലുള്ള സ്ത്രീകൾ, നിഫാസുള്ള സ്ത്രീകൾ, ജനാപത്തുകാരനായ പുരുഷന്മാർ, ഇവർക്കൊക്കെ നിരുപാധികം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കാം, അതിനൊരു തടസ്സവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ സന്ദർഭത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ടേയിരുന്നു എന്നാണ്. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ഇബാദത്താണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളെല്ലാം കരസ്ഥമാക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അദ്കാറുകൾ ശീലമാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.